3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു അമേരിക്കൻ ആക്രമണത്തിൽ. നമ്മളുടെ കപ്പൽ തകരുകയും ചെയ്തു. 21ഓളം പേരെ രക്ഷിക്കാനായി. പക്ഷേ 3 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി. എന്തൊരു ദുരന്തമാണ് ഈ യുദ്ധം എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്ത്യക്കാർ പോലും മരിക്കേണ്ടി വരുന്ന അവസ്ഥ. ഇന്ത്യ നമ്മുടെ രാജ്യം, ഇതിനൊന്നും നമ്മൾ കക്ഷി രാഷ്ട്രീയം കാണരുത്. അത് കോൺഗ്രസോ BJP യോ CPM ഓ ആപ്പോ മുസ്ലിം ലീഗോ വേറൊരു പാർട്ടിയും കാണരുത്. നമ്മുടെ രാജ്യത്തിലെ നമ്മുടെ 3 സഹോദരങ്ങളെയാണ് കൊന്നത്. ഈ ചെയ്തത് അംഗീകരിക്കില്ല. അതിശക്തമായ രീതിയിൽ ഇന്ത്യ അമേരിക്കയെ പ്രതിഷേധം അറിയിച്ചു. കപ്പലാക്രമണത്തിന്റെ ഉത്തരവാദിത്തം അമേരിക്ക ഏറ്റെടുത്തിട്ടുണ്ട്. അമേരിക്കൻ എംബസിയിലെ ജയ്സൺ മിക്സിനെ ഇന്ത്യ വിളിച്ചു വരുത്തി. അതും ചരക്ക് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണമാണ് നടന്നത്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാനാവാത്തതാണ്. അമേരിക്ക നൽകിയ നിർദ്ദേശങ്ങൾ ലംഘിച്ചു, അതുകൊണ്ടാണ് കപ്പൽ ആക്രമിച്ചത്. ഈ ലോക പോലീസ് കളിക്കുന്ന മനോഭാവമാണ് ആ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അമേരിക്ക എന്ന രാജ്യത്തിലെ ഭരണാധികാരികൾക്ക്, അമേരിക്ക എന്ന രാജ്യമല്ല, അമേരിക്ക എന്ന രാജ്യം മഹത്തരമാണ്. നോ കിങ്സ് പ്രൊട്ടസ്റ്റ് അടക്കമുള്ള ആൾക്കാർ, അതായത് അമേരിക്കയുടെ ചരിത്രത്തിൽ 80 ലക്ഷം 90 ലക്ഷം ആൾക്കാർ തെരുവിലേക്ക് ഇറങ്ങി യുദ്ധം വേണ്ട, ഇറാനുമായിട്ടുള്ള യുദ്ധം വേണ്ട, അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് ആ രാജ്യത്തിനല്ല, പക്ഷെ ആ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് ചരിത്രത്തിൽ പലപ്പോഴും പ്രശ്നം പറ്റാറുണ്ട്. വിയറ്റ്നാം പോലും രാജ്യത്ത് അവർ തോറ്റുമടങ്ങി, അഫ്ഗാനിസ്ഥാനിൽ തോറ്റുമടങ്ങി, ഇറാഖ് മെസ്സാക്കി. ഇന്നത്തെ രീതിയിൽ ഐസിസിന് വളരാനുള്ള വാക്യൂം ഉണ്ടാക്കിയത് തെറ്റായ അമേരിക്കൻ ഇടപെടലാണെന്ന് ഇന്ന് അമേരിക്കക്കാർ പോലും തിരിച്ചറിയുന്നുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. എന്തായാലും നമുക്ക് ആ വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ BBC, ഗാർഡിയൻ അടക്കമുള്ളതിൽ അൺക്ലാസിഫൈഡ് ആയിട്ട് അതിന്റെ വിഷ്വൽസ് ഉണ്ട്. അതിന്റെ വിഷ്വൽസ് കാണുമ്പോൾ തന്നെ വിഷമം തോന്നുന്നു. ആദ്യം ആ ഒറിജിനൽ വിഷ്വൽസ് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്തോ ഒരു മനസ്സിനൊരു വേദനയും വിഷമവും. കാര്യം വീട്ടിൽ ഭാര്യയും കുട്ടികളും അച്ഛനും അമ്മയൊക്കെ ഉള്ളവരല്ലേ, യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ തിരിച്ചു വരാം എന്ന് കരുതിയിട്ട് പോയിട്ട് വരുമ്പോഴല്ലേ അവർ മരിക്കുന്നത്. ഇത് ഇന്ത്യയുടെ കപ്പൽ ആക്രമിച്ചതിന്റെ ചിത്രങ്ങളാണ്. US സെൻട്രൽ കമാൻഡ് 2 ഹെൽ ഫയർ മിസൈലുകളാണ് ഈ എഞ്ചിൻ റൂമിന് നേരെ, MT സെറ്റബെല്ലോ എന്ന് പറയുന്ന ഈ കപ്പലിന് നേരെ ഉതിർത്തത്. അത്യധികം വിഷമകരമായ വേദനാജനകമായ കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് ഒമാൻ, ഗൾഫ് ഓഫ് ഒമാന് സൈഡിലായിട്ടാണ് സംഭവിച്ചത്. എത്രയും പെട്ടെന്ന് യുദ്ധം തീരട്ടെ, ഇല്ലെങ്കിൽ ആ യുദ്ധം നമ്മളെയും ബാധിക്കും, നമ്മുടെ ആൾക്കാരും കൊല്ലപ്പെടും. ഏതെങ്കിലും രീതിയിൽ അധികാരഭ്രാന്തന്മാരും യുദ്ധക്കൊതിയന്മാരും ഇത് ചെയ്തിട്ട് കാര്യമില്ല. ഇന്നലെ ട്രംപ് വീണ്ടും അറ്റാക്ക് ചെയ്യും, ഇറാനെ അറ്റാക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അവസാനം പറഞ്ഞിരിക്കുകയാണ് അറ്റാക്ക് ചെയ്യുന്നില്ല, അറ്റാക്ക് ചെയ്യുന്നത് മാറ്റിവെച്ചു. എന്താ കാര്യം എന്നറിയില്ല. നല്ല കാര്യം, എന്തായാലും അറ്റാക്ക് ചെയ്യാത്തതാണ് നല്ല കാര്യം. ഈ യുദ്ധം എന്ന് പറയുന്ന ഈ കാര്യം ഇല്ലാതാകണം എത്രയും പെട്ടെന്ന്, ലോകത്തിൽ എത്രയും പെട്ടെന്ന് സമാധാനം ഉണ്ടാകണം. ഏറ്റവും വേദന തോന്നിയ കാര്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യക്കാർ മരിച്ചത്. അതിന് പ്രണാമം അർപ്പിക്കുന്നു, അവരുടെ കുടുംബത്തിന് പ്രണാമം അർപ്പിക്കുന്നു. നമ്മുടെ നാട്ടിലേക്ക് ചരക്ക് ഗതാഗതവും മറ്റും കൊണ്ടുവരാൻ പോയവരാണ്, അറിയില്ല. ഏറ്റവും വിഷമകരമായ കാര്യമാണ്. എന്നാലും ആ ആക്രമണത്തിന്റെ വാർത്ത നമ്മളെ ഓരോരുത്തരെയും വേദനിപ്പിക്കേണ്ടതാണ്. വേണ്ട രീതിയിൽ നമ്മുടെ മാധ്യമങ്ങൾ ഇത് ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. അതിന് പല ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്കൽ റീസൺസും ഉണ്ടാകും. പക്ഷേ ആ 3 ഇന്ത്യക്കാർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാതിരിക്കാൻ ഒരു രാജ്യസ്നേഹിക്ക് കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് അവരുടെ വാർത്ത എടുത്തത്. ജയ് ഹിന്ദ്.